അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ വന്നിരിക്കുന്നത് നമ്മുടെ യുവതലമുറയോടാണ് പറയാൻ വന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാ യുവതലമുറയും, അതായത് നമ്മൾ 8ാം ക്ലാസ് മുതൽ ഓരോരോ കുട്ടിയും ഓരോരോ കാര്യത്തിൽ ടെൻഷൻ അടിച്ചിരിക്കും. ചിലത് പഠിക്കാൻ കഴിയായിട്ട്, ചിലത് സൗന്ദര്യം കുറഞ്ഞിട്ട്, ചില ആൾക്കാർ നമ്മുടെ ഫ്രണ്ട്സുകളിൽ നമ്മൾ വിചാരിച്ചത്ര അംഗീകാരം കിട്ടാത്തതിൽ, പിന്നെ ഇങ്ങനെയുള്ള പല ടെൻഷനിലും ഈ യുവതലമുറ ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ ടെൻഷൻ അടിച്ചിരിക്കും. അത് പാടില്ല. എനിക്ക് പറയാനുള്ളത്, പഠനം എന്നത് പഠനത്തിൽ കൂടി മാത്രം ഒരാൾ രക്ഷപ്പെടണമെന്നില്ല. എല്ലാവർക്കും പഠിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. മാത്രം വിജയം പഠനം മാത്രമല്ല, ഒരുപാട് മേഖലകളുണ്ട് നമുക്ക് രക്ഷപ്പെടാൻ. ആ മേഖലകൾ നമ്മൾ പഠിക്കാൻ നമ്മൾ അധികം ശ്രമിച്ചിട്ട് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഒരുപാട് മേഖലകളുണ്ട്. അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക. നമുക്ക് ഏറ്റവും വേണ്ടത് എന്തെന്നാണ്? സന്തോഷമാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക. കഴിയുന്നതും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ റിസ്ക്കുള്ള പഠനങ്ങൾ നമ്മൾ പഠിക്കാൻ നോക്കുക. റിസ്ക് ഇല്ലാത്തതൊന്നും നമ്മൾ പഠിക്കാൻ നോക്കുക. റിസ്ക്കുള്ള ഏതാണ് അത് നമ്മൾ പഠിച്ചാൽ നമുക്ക് എന്താവും? ഈസി ആയിട്ട് തോന്നും. റിസ്ക്കുള്ളതെന്ന് ചൊല്ലിട്ട് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല എന്ന് ചൊല്ലിട്ട് നമ്മൾ പഠിക്കാതെ ഇരിക്കരുത്. നമ്മൾ പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. അത് ടെൻഷനിൽ കൂടി നമ്മൾ പഠിക്കരുത്. സന്തോഷത്തോടു കൂടി നമ്മൾ പഠിക്കണം. നമുക്ക് പഠിച്ചാൽ എന്താവും? നമുക്കത് ഈസി ആയിട്ട് തോന്നും. അത് നമ്മൾ ചെയ്യുക. ദിവസം ക്ലാസ് എടുക്കുന്നത് നമ്മൾ ശ്രദ്ധാപൂർവം കേൾക്കുക. ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിക്കാണ്ടിരുന്നിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. നമുക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. നമ്മൾ അതിനെന്ത് ചെയ്യണം? പരിശ്രമിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, നമ്മൾ പ്രാർത്ഥിക്കണം. ഏത് മതമായും പ്രാർത്ഥിച്ചാൽ തന്നെ നമുക്ക് ഒരുവിധ കാര്യങ്ങളെല്ലാം നമുക്ക് രക്ഷപ്പെടും. അതുകൊണ്ട് നമ്മളെന്ത് പ്രാർത്ഥിക്കുക. എന്നിട്ട് റിസ്ക്കുള്ളത് നമ്മൾ പഠിക്കുക. എന്നിട്ട് നമ്മൾ മുമ്പോട്ട് പോവുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ 10ാം ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു. അപ്പം ഇപ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകൾ ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ. ആ കുട്ടിയുടെ ടെൻഷനുകളും അതിലുണ്ടാകുന്നത് ഇപ്പോൾ ഉള്ള കുറേ കാര്യങ്ങൾ എല്ലാവരൊന്നല്ല. +2, ഡിഗ്രി, നീറ്റ് പരീക്ഷ, എൻജിനീയറിംഗ് പരീക്ഷ, അതിലൊക്കെ ഫെയിലിയറായ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ടെൻഷനുകളും മറ്റു കാര്യങ്ങൾ ഞാൻ പബ്ലിക്ക് പറയുന്നില്ല. പബ്ലിക്ക് പറയാൻ എനിക്ക് ആഗ്രഹമില്ല. ആരും ഒന്നും നെഗറ്റീവായ കാര്യങ്ങൾ ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പടച്ചോൻ ഒരു കാര്യങ്ങൾ നമ്മൾ ഇന്നേ രീതിയിൽ ജീവിക്കണമെന്ന് പടച്ചോൻ കണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ നമ്മളെ ജീവിതം ആവില്ല. അത് നമ്മൾ വെറുതെ വിചാരിക്കുക. പക്ഷെ നമ്മൾ പരിശ്രമിക്കണം. പരിശ്രമമില്ലാതെ നമ്മൾ എവിടെ എത്താൻ പറ്റില്ല. പിന്നെ നമ്മുടെ ജീവിതം എന്നത് സന്തോഷിക്കാനുള്ളതാണ്. അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിഷമിക്കാനും മറ്റുള്ളവരെ നമ്മളിൽ നിന്ന് വിഷമിപ്പിക്കാനും ഉള്ളതല്ല. അതുകൊണ്ട് നമ്മൾ ഒരു മനുഷ്യൻ, ഒരു കുട്ടി പിറന്നു കഴിഞ്ഞാൽ ആ കുടുംബം ഒരുപാട് സന്തോഷിക്കും, അല്ലേ? ആ സന്തോഷം ആ കുട്ടി എത്ര റിസ്ക് എടുത്താലും ആ കുടുംബത്തിന് മരണം വരെ കൊടുക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. നമ്മളെ കൊണ്ട് കഴിയുന്നത് ചിലപ്പോൾ നമുക്ക് പണത്താൽ കഴിയുമായിരിക്കും, ചിലയാൾക്ക് പണത്താൽ കഴിയില്ല. കഴിയാത്തവർ നമ്മുടെ തടിയാൽ കഴിയുന്നത് ആ കുടുംബത്തിന് കൊടുക്കണമെന്നാണ്
എനിക്ക് പറയാനുള്ളത്. ആ കുടുംബം ഒരു കുട്ടിനെ വളർത്തുന്നത് കാലോ കയ്യോ വളർത്തി ആ അച്ഛനും അമ്മയും ആ കുടുംബവും വളർത്തുന്നത് വളരെ വിഷമിച്ചിട്ടായിരിക്കും. എല്ലാവർക്കും അതിൽ പങ്കുണ്ടാവും. അത് നമ്മൾ ആലോചിക്കണം. ഞാൻ എന്ന് എൻ്റെ കാര്യം, ഞാൻ, എൻ്റെ മക്കൾ, എൻ്റെ വീട്, എൻ്റെ സ്വാതന്ത്ര്യം ഒരിക്കലും നമ്മളങ്ങനെ കാണാതെ ഞാൻ എന്നൊരു വാക്ക് നമ്മളുടെ ഇടയിൽ വരാൻ പാടില്ല. ഞാൻ എന്നൊരു വാക്ക്. നമുക്ക് സമൂഹമുണ്ട്, വീടുണ്ട്, കൂടിപ്പിറപ്പുകളുണ്ട്, അച്ഛനുണ്ട്, അമ്മ ഉണ്ട്, ഇതൊക്കെയാണ് ഉണ്ട്. അപ്പം ഞാൻ എന്നൊരു വാക്ക് നമ്മളിൽ ഒരിക്കലും നമുക്ക് വരാൻ പാടില്ല. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നേരം നമുക്ക് എന്തുണ്ടാവും? ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? നമുക്ക് സന്തോഷമുണ്ടാവും. ഞാൻ എന്ന വാക്ക്, ഞാൻ എൻ്റെ മക്കളെ വളർത്തി, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി അത് ചെയ്തു, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഇത് ചെയ്തു. ഇതൊക്കെ ചെയ്ത മക്കൾ നാളെ പിറ്റേന്ന് ഈ മക്കൾ നമ്മളെ നോക്കൂന്ന എന്താണ് ഉറപ്പ്? നമ്മളെ കണ്ടിട്ടാണ് നമ്മളെ മക്കൾ വളരുക, അല്ലേ? നമ്മളെ കണ്ടിട്ടാണ് നമ്മളെ മക്കൾ വളരുക. അപ്പം ആ രീതിയിൽ നമ്മൾ വളരണം. എനിക്ക് പറയാനുള്ളത് അതാണ്. അതുകൊണ്ട് തലമുറ ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്താൽ വളരെ വളരെ സന്തോഷവാനായി ജീവിക്കാൻ പറ്റും എന്ന് നിങ്ങൾ ഓർക്കുക. ഈ വീഡിയോ നിങ്ങൾ കാണുന്നവർ ഓർമ്മപ്പെടുത്തുകയാണ്. സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. ഓക്കെ, ബൈ. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ നിങ്ങൾ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാ കുഞ്ഞു തലമുറയോടും എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ അത് ഉയർത്തിപ്പിടിക്കുക. അല്ലാതെ നമ്മൾ നെഗറ്റീവിൻ്റെ പിറകെ പോകാതിരിക്കുക. ഞാൻ ഇങ്ങനായി, ഞാൻ അങ്ങനായി, ഞാൻ മറ്റേതായി, അത് ഒരു വിഷയമേ അല്ല. അതൊരു ബാഡ് കണ്ടൻ്റാണ്. ഓക്കെ, ബൈ.